ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മളിന്ന് എന്താ നോക്കാൻ പോകുന്നറിയാം, നനച്ചുളിയാണ് നോമ്പിന് വേണ്ടി. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കും. രാവിലെ ഞങ്ങൾ 4 പേരും ഓരോ ഗ്ലാസ് ചായയും കുടിച്ച്, അതുപോലെ തന്നെ പാലപ്പവും മുട്ടക്കറി, ഒരു കൂട്ടർക്ക് കടലക്കറി മതി, ഒരു കൂട്ടർക്ക് മുട്ടക്കറി മതി. അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം രാവിലെ തന്നെ ഞങ്ങൾ കട്ടനൊക്കെ ഊരി കഴുകാനെടുക്കുകയാണ്. അപ്പോൾ അക്കുവിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിന് വെച്ചിട്ടുണ്ട്. അക്കുവിന് ഹെൽപ്പിന് ഫുള്ളായിട്ട് ചെയ്യുന്ന അമ്മുവാണ്. അങ്ങനെ കട്ടനൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കട്ടനൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാൻ തുടങ്ങി. അങ്ങനെ മാറ്റും എടുത്ത് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി ഞങ്ങൾ വേറൊരു വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകിയെടുത്തു. അതിന് ശേഷം കഴുകാനിട്ടതിന് ശേഷം ഞങ്ങൾ വേറെ ഒരുപാട് ജോലികളുണ്ട്. അത് കാരണം ഞങ്ങൾ തുണിയൊക്കെ ഒന്ന് അടുക്കി പറക്കാമെന്ന് വിചാരിച്ച് തുണിയൊക്കെ വലിച്ച് വാരി താഴെ ഇട്ടു. അതിനുശേഷം എല്ലാം അടുക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ അടുക്കി വെച്ചതിന് ശേഷം മാറ്റൊക്കെ കഴുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് മാറ്റൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ മക്കളും 3 പേരും എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ തീരത്തില്ല കേട്ടോ. അത് കാരണം അവർ 3 പേരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറ്റെല്ലാം ഉണങ്ങി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് ഊഞ്ഞാലിൻ്റെ ഇട കൊണ്ട് എല്ലാം ഒന്ന് വിരിച്ചിട്ടു. അതിനുശേഷം ഞങ്ങൾ തലകണിയോറയും അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ കഴുകാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുക്കുകയാണ്. ഞാൻ മക്കൾക്ക് ഓരോ ജോലി കൊടുത്തിട്ട് ഞാനും ഓരോ ജോലികൾ ചെയ്യുകയാണ്. അതിനുശേഷം ബെഡ്ഷീറ്റും എല്ലാം ഒരു കഴുകൽ കഴിഞ്ഞപ്പോൾ അടുത്തത് ഞങ്ങൾ ബെഡ്ഷീറ്റും വാഷിംഗ് മെഷീനൊക്കെ എല്ലാം വാഷിംഗ് മെഷീൻ കഴുകാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ജോലി ഒതുങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ ബിരിയാണിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പപ്പടവും സലാഡും മാങ്ങാച്ചാറുമാണ് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത ജോലിയിലോട്ട് വീണ്ടും തുടർന്ന് കേട്ടോ. ജോലി തീരുന്നേ ഇല്ല. രാവിലെ മുതൽ തുടങ്ങിയ ജോലിയാണ്. നമ്മുടെ റമളാനിന് നമ്മൾ ഒതുക്കാൻ തുടങ്ങിയ ഒട്ടും ജോലികൾ കഴിയത്തില്ലല്ലോ. ഒരുപാട് ജോലി ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തുടങ്ങി. അപ്പോൾ അടുത്ത കബോർഡിലോട്ട് പോയി അവിടെ നിന്ന് എല്ലാം വഴിച്ച് വാരി താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അക്കൂട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഓരോ ബോക്സ് എടുത്ത് ആദ്യം. അങ്ങനെ ബോക്സ് എടുത്തിട്ട് പിന്നെ ഓരോ ബോക്സിലാക്കി ചുരുട്ടി ഇങ്ങനെ വെച്ച് കേട്ടോ. റോൾ ചെയ്ത് അങ്ങനെ അക്കു എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. എല്ലാം അടുക്കി എനിക്ക് മോളിൽ കയറി വെക്കാൻ വയ്യാത്തത് കാരണം അക്കുവിനെ മോളിൽ കയറി നിർത്തിയിട്ട് എല്ലാം അടുക്കി വെച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, വാക്വം ക്ലീനർ. കാരണം നോമ്പിന് വേണ്ടി മേടിച്ചതാണ്. വീടെല്ലാം ക്ലീൻ ചെയ്യാനും ജനലും കഥവും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ഡസ്റ്റൊക്കെ കാണുമല്ലോ. അപ്പം ഇത് എല്ലാം തുടച്ചെടുത്ത് വരുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇതിടാകുമ്പോൾ ഡസ്റ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി വരും. അങ്ങനെ സെറ്റിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. കിച്ചുവാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നത് കേട്ടോ. ഞാനെല്ലാം പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. കിച്ചുമോനെല്ലാം സെറ്റിയെല്ലാം ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ബെഡൊക്കെ നന്നായിട്ട് ബെഡിലൊക്കെ ഞങ്ങൾ എന്തെടുത്ത് ലിക്വിഡൊക്കെ ഒഴിച്ച് തുടച്ച് ക്ലീൻ ചെയ്തു. ഇനി കിച്ചണിലാണ് അലങ്കോലമാക്കി കിടക്കുന്നത് കേട്ടോ. കിച്ചണാണ് ഞങ്ങളെല്ലാം, കിച്ചണും ഹാളും മൊത്തം അലങ്കോലമാക്കിയിട്ട് ഞാനും കിച്ചും കൂടെ. അപ്പോൾ ജൂലിയും പിങ്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെല്ലാം കഴുകി ഇറക്കി കിച്ചണൊക്കെ. എന്നിട്ട് പിന്നെ തുടച്ച് മാറ്റുകയാണ്, മോപ്പൊക്കെ ചെയ്ത്. അങ്ങനെ എന്നിട്ട് മുസല്ല എല്ലാം കഴുകിയിട്ടു. ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ കഴുകി മാറ്റുകയാണ്. ഒരെണ്ണം അടിച്ച് തീരുമ്പം അടുത്ത് അടിച്ചടിച്ച് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയാണ് കേട്ടോ. അങ്ങനെ അക്കുനും അമ്മൂനും ഒക്കെ പാനിപ്പൂരി തിന്നണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിട്ട് പാനിപ്പൂരിയൊക്കെ മേടിപ്പിച്ച്. വൈകുന്നേരം ആയില്ലേ, അപ്പോൾ ഞങ്ങൾ ഓർത്ത് ചായയൊക്കെ തിളപ്പിച്ച് പാനിപ്പൂരിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഷവർമ്മ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയായിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ഇനിയും ബാലൻസ് ജോലി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ബാലൻസ് ജോലി ഇനിയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കിച്ചുവാണെങ്കിൽ സെറ്റിയൊക്കെ മാറ്റി തട്ടിയെല്ലാം കുടഞ്ഞ് പിന്നെ വാക്വം ക്ലീനർ വെച്ച് ജനലൊക്കെ തുടക്കുകയാണ്. അപ്പം നമുക്ക് ഇത് നല്ലതായിട്ട് സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഡസ്റ്റൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഈ വാക്വം ക്ലീനർ വെച്ച്. അങ്ങനെ നമ്മൾ സാധാരണ ടൈമിൽ ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യത്തില്ലല്ലോ. ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ഇത്രയും ഡസ്റ്റ് കിട്ടി. ജനലിൽ നിന്ന് തന്നെ കിട്ടിയ ഡസ്റ്റാണ് കേട്ടോ. റമളാൻ മാസം ആയതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കിച്ചു തന്നെ എല്ലാം തൂത്ത് അവൻ തന്നെ എനിക്കെല്ലാം മോപ്പൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ അക്കൂട്ടനാണെങ്കിൽ AC-യിലെല്ലാം ക്ലീൻ ചെയ്യുന്ന 3 റൂമിലും AC ക്ലീൻ ചെയ്യുന്ന ജോലി അക്കുവിന് കൊടുത്തു. അമ്മൂനാണെങ്കിൽ വേറെ ജോലി കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്ത് പിന്നെ എനിക്ക് വേറെ ജോലി. ഞാൻ പിന്നെ ബാലൻസ് കുക്കിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം മക്കളോട് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ടയേർഡ് ആവത്തില്ല. അങ്ങനെ കുറച്ച് നേരം അവർ ഇരുന്ന് കളിക്കുകയാണ്, ചെസ്സ് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 പേരോട് കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചപ്പോൾ ഞാനും അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ അവരെ ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നീട് ഞങ്ങളുടെ ജോലി തുടർന്നു. കാരണം എന്താണെന്നറിയോ, ബില്ലോ കവറൊക്കെ കഴുകിക്കൊണ്ട് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് മക്കൾ ഇട്ടു. പിന്നെ കിച്ചു വണ്ടിയൊക്കെ ഒന്ന് കഴുകുകയാണ്. റമളാൻ മാസമല്ലേ, അപ്പോൾ വണ്ടിയും സ്കൂട്ടിയും ഒക്കെ കഴുകി വെക്കാമെന്ന് പറഞ്ഞ് എൻ്റെയും ഇക്കയുടെയും ബൈക്കും സ്കൂട്ടിയൊക്കെ കഴുകി കാറൊക്കെ കഴുകി തന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അതിനുശേഷം ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്.
എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.